Hello, sir. Welcome back to the show. Thank you. Thank you very much. How was your weekend, sir? നല്ലതായിരുന്നു. കുറച്ച് റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഫിനിഷ് ചെയ്തു. ഇപ്പോൾ ബാക്ക് ടു ദ ഷോ. You were missing the show? I was not actually missing. കാരണം വെച്ചാൽ ഇത് ദിവസവും കാണണമല്ലോ, ഷോ കാണുന്നുണ്ടല്ലോ. എത്ര റെക്കോർഡിംഗ് ഉണ്ടെങ്കിലും ഈ സമയത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ I was not missing it. Anyway, thank you for that welcome. Thank you, sir. Hi, Deepak ji. ഈ ഷോനെ പറ്റി എന്താണ് കൊളീഗ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ അഭിപ്രായം? ഈ ഷോനെ പറ്റി എൻ്റെ അധിക ഫ്രണ്ട്സും കൊളീഗ്സിനൊക്കെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് അവർക്ക് അറിയേണ്ട ഒരു കാര്യം, ഞാൻ ആർക്ക് വേണ്ടി വോട്ട് ചെയ്യും പേഴ്സണലി. ഞാൻ പറഞ്ഞു, എനിക്കിനി ഈ കഴിഞ്ഞ റൗണ്ട് മാതിരി ഒരാളെ ഓറിയൻറ്റ് ചെയ്തുള്ളൊരു ജഡ്ജ്മെൻ്റ് ഇല്ല. എനിക്ക് എല്ലാവരെയും സിംഗിങ് ഈക്വലി ഇഷ്ടപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി ടി വി കണ്ടപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ഇവിടെ ഇരിക്കുന്നൊരു ഫീലല്ല. ഇത് ടി വി കാണുമ്പം ഇറ്റ്സ് ലൈക്ക് റിയലി ഡിഫിക്കൾട്ട് നമ്മൾ ഈ ഓഡിയൻസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കുമ്പം ഇതിൽ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളൊരു മെയിൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഓർത്ത് നന്നായി ഇത് SMS ആക്കിയത്. നമ്മൾ ഇൻഡിവിജ്വൽ ഒരു ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് നമ്മൾ അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ ഓഡിയൻസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് തെറ്റ് പറ്റില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. പിന്നെ പൊതുവെ വേറൊരു ടൈപ്പ് അഭിപ്രായം ഉണ്ടായിരുന്നു, നിങ്ങളുടെ ആദ്യത്തെ സെഷൻസിൻ്റെയൊക്കെ ആ ഒരു കോമഡി ഫീൽ ഇപ്പോൾ കുറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ സത്യം പറഞ്ഞ ആദ്യത്തെ സെഷൻസ് സീരിയസ് ആവാൻ ശ്രമിച്ചത് അത് നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നിയതാണ്. അപ്പോൾ ഇനി മാത്രമല്ല, ഇനിയിപ്പോൾ സൂപ്പർ സ്റ്റാർ ഇസ് ഗെറ്റിംഗ് സീരിയസ്. അപ്പോൾ ഇനി നമ്മൾക്കത് ഒരിക്കലും വി കാൺട്ട് ഗെറ്റ് ബാക്ക് ടു ദോസ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടുന്നത് ആണോ റാഗിങ് ആണ് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് എല്ലാവർക്കും തോന്നിയത്. പക്ഷേ അത് ആ ഷോൻ്റെ ആ ഒരു സ്റ്റേജോടെ അതൊക്കെ കഴിഞ്ഞു. ഇനി വി ആർ ഗെറ്റിംഗ് ടു മോർ സീരിയസ് പെർഫോമൻസ്. അപ്പം ഒബ്വിയസ്ലി ഇടയിലൊക്കെ നമ്മളിത് ഉണ്ടാവും, നമ്മളുടേതായ ഒരു കോൺട്രിബ്യൂഷൻസ് എലിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അതിപ്പോൾ ബാലു ഇവിടെ ഉള്ളിടത്തോളം കാലം ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ഡോക്ടർ അൽഫോൻസ്, വോയിസ് ട്രെയിനിങ് എങ്ങനെ പോണു? വോയിസ് ട്രെയിനിങ് എല്ലാം നന്നായി പോകുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കുട്ടികളെക്കാളും കൂടുതൽ ഇപ്പോൾ ടെൻഷൻ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഓരോരുത്തരും വന്ന് പാടുമ്പോൾ അത് എല്ലാ ഭാഗങ്ങളും ശരിയാകുമോ, അല്ലെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ കുറച്ച് തെറ്റിയൊക്കെ പോകുമ്പം ഭയങ്കര ടെൻഷനുണ്ട്. അപ്പോൾ നല്ലതിന് വേണ്ടിയാണ് എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കുട്ടികൾക്ക് വോയിസ് ട്രെയിനിങ് ഏത് തരത്തിലാണ് ഗ്രൂം ചെയ്തിട്ടിരിക്കുന്നത്? അവർക്ക് റെഗുലറായിട്ടൊരു വാമപ്പ് സെഷൻസ് ഉണ്ട്. അത് ഓരോ സ്റ്റേജായിട്ട് പടിപടിയായിട്ട് അവർക്ക് ഗ്രോ ചെയ്യാനുള്ള രീതിയിലുള്ള വാമപ്പ് സെഷൻസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇൻഡിവിജ്വലായിട്ട് അവരുടെ വോയിസസിനെ കൾച്ചർ ചെയ്യാനായിട്ടുള്ള മറ്റ് പല ടിപ്സ്, അവരുടെ പാട്ട് കറക്ഷൻ, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്.